ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും RRB കണ്ടക്ട് ചെയ്യുന്ന NTPCയുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. RRB ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ ഇട്ട എക്സാംസ് എല്ലാം ഓൾറെഡി റണ്ണിങ് ആണ് അല്ലേ. ALPയുടെ പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു, ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാമും അതുപോലെ തന്നെ ടെക്നീഷ്യൻ എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് NTPC എക്സാമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം RRB ടെൻറ്റേറ്റീവ് കലണ്ടർ പുറത്തുവിട്ടപ്പോൾ അതിൽ ഡിസംബർ മാസം ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു എക്സാമും കൂടി ഉണ്ട്. ഏതാണത്? ഗ്രൂപ്പ് D എക്സാമാണ്. അപ്പോൾ ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം NTPC ആണ്. ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു എക്സാം ഗ്രൂപ്പ് D ആണ്. അപ്പോൾ NTPC അപ്ലൈ ചെയ്ത് NTPCക്ക് പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് Dയിലുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സോ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോ കാണുന്ന പലർക്കും ഗ്രൂപ്പ് D എന്ന് പറയുന്ന എക്സാം, RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് D എന്ന് പറയുന്ന എക്സാമിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ നോ യുവർ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് Dനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം ഒന്ന് പോയി കാണുക. RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് D എക്സാം എങ്ങനെയാണെന്നുള്ളത്. RRB ഇതിന് മുന്നേ 2019 നോട്ടിഫിക്കേഷൻ ഇട്ട് എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ നടത്തിയിട്ടുള്ള നാൾ വഴികളിലൂടെ നമ്മളൊരു യാത്ര ആ വീഡിയോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണുക. ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് RRB കണ്ടക്ട് ചെയ്യുന്ന NTPC എക്സാമും അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പ് D എക്സാമും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, NTPC പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് D എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ, ഗ്രൂപ്പ് D എക്സാം അതിന് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പറയുന്ന RRB NTPCയുടെയും ഗ്രൂപ്പ് Dയുടെയും ലെവൽ ആൻഡ് എലിജിബിലിറ്റി ആദ്യം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യും. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സാലറി ആൻഡ് പെർക്സ് എന്ന് പറയുന്ന കാര്യങ്ങളുടെ ഒരു കമ്പാരിസൺ ആയിരിക്കും. മൂന്നാമത് എക്സാമിനേഷൻ്റെ സ്റ്റേജസ് നമ്മളൊന്ന് നോക്കും. നാലാമത് എക്സാമിന് കണ്ടക്ട് ചെയ്യുന്ന ടോപ്പിക്സും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ചെക്ക് ചെയ്യും. അഞ്ചാമത് എക്സാമിൻ്റെ സിലബസും നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ നടത്തും. ഇത്തരത്തിൽ ഈ 5 ടോപ്പിക്കുകളിലൂടെ നമ്മൾ NTPC വേഴ്സസ് ഗ്രൂപ്പ് D ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം ഒരു ഓവറോൾ അനാലിസിസ്, ഒരു കൺക്ലൂഷൻ പാർട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ലെവൽ ആൻഡ് എലിജിബിലിറ്റി? RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് D എക്സാം എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. എന്നാൽ NTPC ആണെന്നുണ്ടെങ്കിലോ, NTPCയിൽ തന്നെ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ലെവൽ 2 ആൻഡ് ലെവൽ 3 പോസ്റ്റുകളിലേക്കാണ് എൻട്രി ലെവലിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ലെവൽ 4, ലെവൽ 5, ലെവൽ 6 ഈ പോസ്റ്റുകളിലേക്കാണ് ഗ്രാജുവേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ലെവലിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. അടുത്ത എന്താണ്? ഏജ്. ഗ്രൂപ്പ് D 2019 നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയായിരുന്നു ഗ്രൂപ്പ് Dയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം. NTPCയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഈ വർഷത്തെ 2024 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും ഗ്രാജുവേറ്റിൻ്റെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 2024 കൊറോണ കാരണം 3 വർഷം അധികം ഏജ് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. OBC-കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇയർ എക്സ്ട്രാ റിലാക്സേഷൻ കാണും. SC/ST-കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇയർ എക്സ്ട്രാ റിലാക്സേഷൻ കൂടെ കാണും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി ആൻഡ് പെർക്സ് ആണ്. ഗ്രൂപ്പ് D എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 32,000 ആണ് അതിൻ്റെ ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ടേബിളിനകത്ത് വിത്തൗട്ട് അലവൻസ് ഉള്ള സാലറീസ് ആണ് കാണിക്കുന്നത്, അതും ഓരോ പോസ്റ്റിലേക്ക്. ഇനി ഈ പോസ്റ്റ് എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അലവൻസസ് ഉണ്ടായിരിക്കും, അതെല്ലാം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറീസ് മാറിക്കൊണ്ടിരിക്കും. സോ 32,000 തൊട്ട് ഓൾമോസ്റ്റ് 68,000 വരെയുള്ള സാലറി നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലൂടെ അതിൻ്റെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും, സാലറി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ജോലികളും നല്ല രീതിയിൽ ശമ്പളമുള്ള ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്ന, ഒരു ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സാലറി ആൻഡ് പെർക്സ് എന്ന് പറയുന്ന ഭാഗം കൂടെ മനസ്സിലാക്കി. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? എക്സാമിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് Dയുടെ സ്റ്റേജസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് Dക്ക് ആസ് പെർ 2019 നോട്ടിഫിക്കേഷൻ ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നമ്മൾ എക്സാമിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നതനുസരിച്ച് ആ ടെസ്റ്റിലെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ആ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന ആളുകളിൽ നിന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു PET എക്സാം ഉണ്ടായിരിക്കും.
ഈ 2 ടെസ്റ്റുകളും ക്വാളിഫൈ ആയതിനു ശേഷം PET എന്ന് പറയുന്നത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്, നിങ്ങളുടെ CBT ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. PET കൂടെ കഴിഞ്ഞതിന് ശേഷം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് RRB പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. എന്നാൽ NTPCയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും നമുക്ക് 2 ടയർ എക്സാംസ് ഉണ്ട്, CBT 1ഉം CBT 2ഉം. അതിൽ CBT 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്, CBT 2 ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇനി CBT 2വിന് പുറമെ RRB NTPC കണ്ടക്ട് ചെയ്യുന്ന പല പോസ്റ്റുകൾക്കും ടൈപ്പിംഗ് ടെസ്റ്റും, ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈക്കോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ പല പോസ്റ്റുകൾക്കും ആവശ്യമായിട്ട് വരും. അതാണ് നിങ്ങളുടെ 3rd സ്റ്റേജ് എന്ന് പറയുന്നത്. 4th സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുക. ആൻഡ് ഫൈനൽ സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. സോ ഇതാണ് എക്സാമിനേഷൻ സ്റ്റേജുകൾ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പ് ഡിക്ക് ഈ കാണുന്ന രീതിയിലും NTPCക്ക് ഈ കാണുന്ന രീതിയിലുമുള്ള സ്റ്റേജസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ 3 പോയിന്റുകൾ ഇപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ നമ്മുടെ പോയിന്റ് എന്താണ്? എക്സാമിന്റെ ടോപ്പിക്സും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. ഗ്രൂപ്പ് ഡി നമുക്ക് ആദ്യം നോക്കാം. ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം 4 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ്. ഈ 4 വിഷയങ്ങളാണ് ഗ്രൂപ്പ് ഡിയിൽ പ്രധാനമായിട്ടും സിലബസിനകത്ത് ആസ് പെർ 2019 നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാത്സ് എന്ന് പറയുന്നത് 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, റീസണിങ്ങിന് 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ജനറൽ അവയർനെസ് 20 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും, ആൻഡ് ജനറൽ സയൻസ് എന്ന് പറയുന്നതിന് 25 മാർക്കും കാണും. ഓക്കെ ആണല്ലോ. ഇനി NTPCയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, NTPCയുടെ ടയർ 1 അത് ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും സിമിലർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. NTPCയുടെ ടയർ 1ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ CBT 1ന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിനായിരിക്കും എക്സാം. ആൻഡ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40 മാർക്കിന്റെ ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും, 30 മാർക്ക് വീതം മാത്സിനും റീസണിങ്ങിനും ഉണ്ടായിരിക്കും. ടയർ 2ന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 മാർക്കുള്ള മാത്സ് റീസണിങ് എത്രയായിട്ട് മാറും? 35 മാർക്ക് വീതമായിട്ട് മാറും. 40 മാർക്കുള്ള ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 50 മാർക്കായിട്ട് മാറും. അപ്പോൾ NTPCയിൽ നമ്മൾ എന്ത് കാണുന്നില്ല? ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. എന്നാൽ ജനറൽ സയൻസ് എന്ന് പറയുന്നത് എന്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി എക്സാമിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിയും അതുപോലെ തന്നെ NTPC തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇനി ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എക്സാമിന്റെ പക്ക സിലബസ് എടുത്തു വെച്ചിട്ട് അത് NTPCക്ക് എങ്ങനെയാണ്, ഗ്രൂപ്പ് ഡിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മാത്സിന്റെ സിലബസ് കമ്പാരിസൺ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഗ്രൂപ്പ് ഡി ചോദിച്ചിട്ടുള്ള, ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കാൻ പോകുന്ന മാത്സിന്റെ സിലബസും NTPCക്ക് ചോദിക്കാൻ പോകുന്ന മാത്സിന്റെ സിലബസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. വളരെ ചുരുക്കം ചില ടോപ്പിക്സ് മാത്രമാണ് ആഡ് ഓൺ ആയിട്ട് അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. റീസണിങ്ങും അങ്ങനെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് റീസണിങ്ങിനകത്തും കാണാൻ സാധിക്കുന്നത്. ഇനി ജനറൽ അവയർനെസിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, ജനറൽ അവയർനെസ്സിന് ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മുടെ NTPCക്ക് നോക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? NTPCക്ക് കാണാൻ പറ്റും. ഇനി ജനറൽ സയൻസിന് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഈ 3 കാര്യങ്ങളാണ് എവിടെ കാണുന്നത്? നമ്മുടെ ജനറൽ സയൻസിൽ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി കാണുന്നത്. എന്നാൽ ജനറൽ അവയർനെസ്സിനകത്ത് തന്നെയാണ് എന്തിനെ കൊടുത്തിരിക്കുന്നത്? ഈ ജനറൽ സയൻസിനെ പറ്റി കൊടുത്തിരിക്കുന്നത്. എവിടെ? NTPCയിലെ ജനറൽ അവയർനെസ്സിന്റെ സിലബസിനകത്ത് തന്നെയാണ് ജനറൽ സയൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അനാലിസിസും നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 ടോപ്പിക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? കണ്ണോടിച്ചു പോയി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? NTPCക്ക് പഠിക്കുന്ന മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും ഓൾമോസ്റ്റ് സിമിലർ ആണ്. എവിടെ പഠിക്കാനുള്ളത്? ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ളത്. NTPCക്ക് നിങ്ങൾ പഠിക്കുന്ന മാത്സും റീസണിങ്ങും തന്നെയാണ് നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ടായിരിക്കുക, ഗ്രൂപ്പ് ഡിക്കും പഠിക്കാനുണ്ടായിരിക്കുക. ഓൾമോസ്റ്റ് സിമിലർ സിലബസ് തന്നെയാണ്. ഇനി സയൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, സയൻസ് ഈ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അപ് ടു 10th എന്നാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ഗ്രൂപ്പ് ഡിക്ക് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ജനറൽ അവയർനെസ്സിനകത്തുള്ള സയൻസ് ആയിട്ട് എവിടെയും കൊടുത്തിരിക്കുന്നത്? NTPCക്കും കൊടുത്തിരിക്കുന്നത്. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ? നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. അതേസമയം NTPCക്ക് കുറച്ചുകൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടിനും ഒരേ സിലബസ് തന്നെയാണെന്നുണ്ടെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
20 മാർക്കിൻ്റെ ഗ്രൂപ്പ് ഡിയുടെ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യനിൽ കൂടുതൽ ഭാഗങ്ങളും ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. എന്നാൽ NTPCയുടെ ജനറൽ അവയർനെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 40 മാർക്കിന് ടയർ 1നും 50 മാർക്കിന് ടയർ 2ലും നമുക്ക് പഠിക്കാനുണ്ട്. അതിലെല്ലാ ഭാഗത്തിനും തുല്യമായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വൃത്തിയിൽ പഠിക്കണം, സ്റ്റാറ്റിക് GK പാട്ട് വൃത്തിയിൽ പഠിക്കണം, ഹിസ്റ്ററി, പൊളിറ്റി, ജിയോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ജനറൽ അവയർനെസ് എവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, NTPCക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിൽ കൂടുതൽ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി എക്സാം സ്റ്റേജസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഗ്രൂപ്പ് ഡിക്ക് ആസ് പെർ 2019 നോട്ടിഫിക്കേഷൻ ഒരൊറ്റ സ്റ്റേജ് എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ടയർ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടയറിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുമായിരുന്നു. അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണുള്ളത്. എന്നാൽ നമ്മുടെ NTPCയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 2 ടയർ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിലെ സെക്കൻഡ് ടയറിലെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ആദ്യത്തെ ടയർ എന്താണ്? ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ഇനി സെക്കൻഡ് ടയർ മാത്രമാണ് എടുക്കുക. ചില പോസ്റ്റുകൾക്ക് എന്ത് വേണ്ടി വരും? CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചില പോസ്റ്റുകൾക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതിലെ CBAT എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ഇതെല്ലാം NTPCയുടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഈ രീതിയിലുള്ള ഒരു കമ്പാരിസൺ കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് NTPC എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ ആകെ കൊടുക്കേണ്ടി വരുന്നത് സയൻസിനകത്ത് മാത്രമാണ്. ജനറൽ അവയർനെസ് പാർട്ട് NTPCക്ക് നിങ്ങൾക്ക് ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അത് പഠിക്കുന്നവർക്ക് ഗ്രൂപ്പ് ഡിയുടെ ജനറൽ അവയർനെസ് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഈ മാത്സും റീസണിങ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ സിലബസ് തന്നെയാണ് എന്തിനുള്ളത്? ഗ്രൂപ്പ് ഡിക്കും NTPCക്കും ഉള്ളത്. സോ NTPC അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ എക്സാം NTPC പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാവുന്നതായിരിക്കും. ഇനി ഗ്രൂപ്പ് ഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഓരോ സബ്ജക്റ്റുകളും നോ യുവർ സബ്ജക്ട് സീരീസ് നമ്മൾ വരുന്നുണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. എങ്ങനെ പോസ്റ്റുകൾ സെലക്ട് ചെയ്യണം, ഏത് സോണിൽ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ NTPCക്ക് ചെയ്ത പോലെ, ജൂനിയർ എഞ്ചിനീയറിന് ചെയ്ത പോലെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1നും ഗ്രേഡ് 3ക്കും ചെയ്ത പോലെ എന്തിനും ചെയ്യുന്നുണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.